മാസപ്പടി കേസ് ലാവലിൻ പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അപമാനിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയെന്ന് സിപിഎം നേതാവ് എ.കെ. ബാലൻ. മാത്യു കുഴൽനാടൻ എം.എൽ.എ സ്ഥാനം രാജിവെക്കണം. മാത്യു കുഴൽനാടൻ ഗൂഢാലോചനയിൽ പെട്ടുപോയതാണ്. അപഹാസ്യമാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടെന്നും എ.കെ. ബാലൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനമായ എക്സാലോജിക്കും കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRL-ഉം തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാട് വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയതിനു പിന്നാലെയാണ് എ.കെ. ബാലന്റെ പ്രതികരണം. അപഹാസ്യമാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടെന്നും എ.കെ. ബാലൻ പറഞ്ഞു. മാത്യു കുഴൽനാടൻ ഗൂഢാലോചനയിൽ പെട്ടുപോയതാണ്. കുഴൽനാടന് 3 പ്രാവശ്യമായി ജുഡീഷ്യറിയിൽ നിന്നും അടികിട്ടുന്നു. വേഷപ്രച്ഛന്നനാണ് തിരുവനന്തപുരം കോടതിയിൽ മറ്റൊരാളെ കൊണ്ട് കൊടുപ്പിച്ചത്. ഇപ്പോൾ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മാപ്പല്ല പറയേണ്ടത്. മാത്യു കുഴൽനാടൻ MLA സ്ഥാനത്തു നിന്നും രാജിവെക്കുകയാണ് വേണ്ടതെന്നും എ.കെ. ബാലൻ പറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിന് നേതൃത്വം കൊടുക്കുന്ന CM-ന്റെയും ഇമേജ് എവറസ്റ്റോളം കയറിയിരിക്കുന്ന ഒരു ഘട്ടമാണിപ്പോൾ. യാതൊരു സംശയവും വേണ്ട, കേരളത്തിലെ ജനത ഇത് തിരിച്ചടിക്കും. അതിശക്തമായിട്ടുള്ള മറുപടി കേരളത്തിലെ ജനത ഈ നെറികേടിനെതിരായി നൽകും. ഇപ്പോഴും ന്യായീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് പറയുന്നത് കോടതി തള്ളിയാലും ചെയ്ത കുറ്റകൃത്യം ഇല്ലാതാകുന്നില്ല, പോരാട്ടം തുടരുമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഈ വീണെടുക്കുന്ന ഉരുടുക എന്ന് പറയുന്നത് അത് അഭ്യാസാക്കിയിട്ട് കണക്കാകും. ചില ഈ കപട അഭ്യാസികളുണ്ട്, ഒരു വിവരവും ഉണ്ടാവില്ല, ഏത് കളരിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെ വീടും, എന്നിട്ട് പറയും ഇത് അഭ്യാസത്തിന്റെ ഭാഗമാണ്. അതുപോലുള്ളൊരു അഭ്യാസമായിരുന്നു. പക്ഷെ കുഴൽനാടൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു, എൻ്റെ അടുക്ക് എന്തെങ്കിലും തെറ്റി, ഞാൻ പുതിയ ഒരു നവാഗതനാണ് പൊതുരംഗത്ത്. ഞാൻ ചോദിച്ചല്ലോ നിങ്ങൾ രാജിവെക്കുമെന്ന്. അപ്പോൾ പറഞ്ഞു ബാലൻ രാജിവെക്കുമെന്ന് ചോദിച്ചിട്ട് രാജിവെക്കില്ല ഞാൻ, കാരണം ക്ഷമാപണം നടത്താം തെറ്റ് പറ്റിയാൽ. ഞാൻ നവാഗതനാണ്, രാഷ്ട്രീയം ഞാൻ അവസാനിപ്പിക്കില്ല എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞു. ലാവലിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ ഗൂഢാലോചനയാണത് ഓർമ്മ ഉണ്ടോ? അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ഗൂഢാലോചന നടന്നതാണത്. അതിന്റെ മറ്റൊരു പതിപ്പാണിത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആൾക്കാരെയും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവരും. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് ഒഴിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേന്ദ്ര ഏജൻസികളെ സ്വാധീനിച്ച വഴിവിട്ട മാർഗം ഉപയോഗിച്ച് ഒരു നല്ല മനുഷ്യനായ ഭരണാധികാരിയെ അപമാനിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് എ.കെ. ബാലൻ പറഞ്ഞു. കേസ് കുപ്പത്തൊട്ടിയിലിടുമെന്ന് താൻ നേരത്തെ തന്നെ പറഞ്ഞതാണെന്നും അദ്ദേഹം പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.